ഏട്ടൻ്റെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ തലേന്ന് തന്നെ മൈലാഞ്ചിലിട്ട് സെറ്റാക്കി. മൈലാഞ്ചി ഇടുന്ന കണ്ടതിന് ശേഷം ഞാൻ നേരെ കല്യാണ വീട്ടിലേക്ക് പോയി. വീടെല്ലാം അടിമുടി മാറ്റി മോഡേൺ ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇരിക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് ഒരു റൂം മൊത്തം സോഫ ഇട്ടു. പെയിന്റ് അടിക്കുമ്പോൾ പെയിന്റ് എല്ലാം ടൈൽസിലായി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഉറക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് നേരെ ഏട്ടൻ്റെ റൂം കാണാൻ പോയി. എവിടെയെങ്കിലും ഒരു കണ്ണാടി കാണുമെന്ന് വെച്ചിട്ടാ ഞാൻ നിൽക്കുന്നത്. അതും കഴിഞ്ഞ് കല്യാണ തലേന്നായി. ഇതാണ് കേട്ടാ ചെക്കൻ. നാളെ കല്യാണം ആയതാ തോന്നുന്നു. ആള് ബ്ലഷ് ആവുന്നുണ്ടായിട്ടാ. കുറച്ചു നേരം ചെക്കൻ്റെ ബാക്കിൽ ഓടി ചെക്കനെ പേടിപ്പിച്ചതിന് ശേഷം ഫുഡ് കൊടുക്കൽ ചടങ്ങിലേക്ക് പോയി. വീഡിയോ എടുത്ത് വൈറലാക്കാൻ പറഞ്ഞോണ്ട് പോസാക്കിയാണ് ഏട്ടൻ. ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഫുഡ് കൊടുക്കാൻ കൂടിയിട്ടാ ഞാൻ. വേണ്ടവർക്കും വേണ്ടാത്തവർക്കും എല്ലാവർക്കും കൊടുത്തുടാ ചപ്പാത്തി. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. തൈര് ഒഴിച്ചു തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഏച്ചി അളിയന് നേരത്തെ ഫുഡ് കഴിച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടാ. ഇവരെ അരമണിക്കൂറത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം നമ്മളെടുത്ത് ഓരോ ഫോട്ടോ എടുത്ത് വന്നതിന് ശേഷം പ്രധാന പരിപാടിയിലേക്ക് കടന്നു. ലൈറ്റിംഗ് കുറവായോണ്ട് ഏച്ചിന്റെ ഹസ്ബൻഡിനെ പിടിച്ച് ലൈറ്റ് ബോയ് ആക്കിട്ടാ നമ്മള്. അത് കഴിഞ്ഞ് എവർഗ്രീൻ കപ്പിൾസിന്റെ ഫോട്ടോഷൂട്ട് തുടങ്ങിട്ടാ. അങ്ങോട്ട് നോക്ക്, രണ്ടാളും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്ക്. കണ്ണും നോക്കി. കപ്പിൾ ഫോട്ടോഷൂട്ടും കൂടി കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. ഇനി കല്യാണം അത് നാളെ.